സാധാരണക്കാരന്റെ അടുക്കള ബജറ്റ് താളം തെറ്റിച്ചുകൊണ്ട് രാജ്യത്ത് വിലക്കയറ്റം കുതിച്ചുയരുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും രാജ്യാന്തര പ്രതിസന്ധികളും ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ കടുത്ത വെല്ലുവിളിയിലേക്കാണ് തള്ളിവിടുന്നത്. ഏപ്രിൽ മാസത്തിലെ കണക്കുകൾ പ്രകാരം ചില്ലറ വിൽപ്പന നിരക്ക് 3.48% ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ 4 മാസമായി രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിന്റെ നിഴലിലാണെന്ന സൂചന നൽകിക്കൊണ്ട് ഈ നിരക്ക് തുടർച്ചയായി വർദ്ധിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാതിരുന്നതോടെയാണ് വർധനവ് രേഖപ്പെടുത്തിയത്. അതേസമയം വരും നാളുകളിൽ രാജ്യത്തെ സാമ്പത്തിക മേഖല കടുത്ത വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഭക്ഷ്യവസ്തുക്കളുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വിലവർധനയാണ് വിലക്കയറ്റ തോത് രൂക്ഷമാക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ ചില്ലറ വിൽപ്പന വിലക്കയറ്റ തോത് 3.74%, നഗരപ്രദേശങ്ങളിൽ 3.16%, ഉയർന്നത്. രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന ആശങ്കയ്ക്കിടയിലാണ് ഈ വർഷം തുടർച്ചയായി 4ാം മാസവും വിലക്കയറ്റ തോത് വർദ്ധിച്ചത്. ഇത് മാർച്ചിൽ 3.40%, ഫെബ്രുവരിയിൽ 3.21%, ജനുവരിയിൽ 2.74%. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ കാരണം രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. നിലവിൽ പൊതുമേഖല എണ്ണക്കമ്പനികൾ നഷ്ടം സഹിച്ചും പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിർത്തുകയാണെങ്കിലും ഇത് എത്ര നാൾ തുടരാനാകുമെന്നത് ആശങ്കാജനകമാണ്. ഇന്ധനവില കൂട്ടിയാൽ അത് ട്രാൻസ്പോർട്ടേഷൻ ചെലവ് വർദ്ധിപ്പിക്കുകയും എല്ലാ സാധനങ്ങൾക്കും വില കൂടാൻ കാരണമാവുകയും ചെയ്യും. വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ 5.81%, തെലങ്കാനയാണ് രാജ്യത്ത് മുന്നിൽ. തൊട്ടു പിന്നാലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ ആന്ധ്രയും തമിഴ്നാടും കർണാടകയുമുണ്ട്. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. രാജ്യത്തെ വ്യവസായ വളർച്ചയിലുണ്ടായ ഇടിവും രൂപയുടെ മൂല്യത്തകർച്ചയും ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിച്ചു. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കൂട്ടിയത് സ്വർണവിലയും സാധാരണക്കാരന് അപ്രാപ്യമായി. പ്രതിസന്ധി മറികടക്കാൻ കടുത്ത നടപടികൾക്കാണ് രാജ്യം ഒരുങ്ങുന്നത്. വരും മാസങ്ങളിൽ വിലക്കയറ്റം ഇതേ രീതിയിൽ തുടർന്നാൽ രാജ്യം കടുത്ത സാമ്പത്തിക ആഘാതമാകും നേരിടുക. പെട്രോൾ ഡീസൽ വിലയിൽ ഇനിയുണ്ടാകുന്ന വർധനവ് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയേക്കും.